ഒരു സീനിൽ തിലകൻ ശരിക്കും തിലകൻ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തപ്പം കാസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ കഥ എല്ലാം തീരുമാനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കഥ എഴുതിയപ്പോൾ തന്നെ തീരുമാനിച്ചു ഇതാണ് തിലകൻ അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ തിലകൻ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ അപ്പോൾ ലാലിൻ്റെ ഡേറ്റ് ഫിക്സായി. അപ്പോൾ ചേട്ടാ ഇങ്ങനെ ഇതാണ് ചേട്ടൻ ചെയ്യണം. ഞാനില്ല, എനിക്ക് 2 പടം അതേ സമയത്ത് ചാണക്യനും വർണ്ണവും 2 പടം അതുകൊണ്ട് ട്രിവാൻഡ്രത്താണ്, നിങ്ങൾ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പം ഞാൻ പാലക്കാടാണ് അതിൽ ലൊക്കേഷൻ കണ്ടുവച്ചത്, നെന്മാറ ആ ഭാഗത്താണ് ഈ ഒരു ജംഗ്ഷനൊക്കെ കണ്ടുവച്ചിരുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് അവിടെയൊന്നും വരാൻ പറ്റത്തില്ല, ട്രിവാൻഡ്രത്താണെങ്കിൽ അല്ല ഞാൻ പുള്ളി പറഞ്ഞു എനിക്ക് 2 പടം കമ്മിറ്റഡാണ്, എനിക്ക് വിടാൻ പറ്റത്തില്ല, അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് ഉപയോഗിക്കാം, ചേട്ടനില്ലാതെ സിനിമ നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അത്ര മസ്റ്റാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. പുള്ളി കഥ കേട്ടപ്പോൾ പുള്ളിക്കും ഭയങ്കര തൃപ്തിയായി. അപ്പം തിലകൻ ചേട്ടൻ ഫ്രീ ആകുന്ന സമയത്ത് വരും, 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ വന്ന് അങ്ങനെയൊക്കെ പോകാൻ. പക്ഷേ തിലകൻ ചേട്ടൻ അതിന് വേണ്ടിയിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് നിന്നു. അദ്ദേഹത്തിന് ഫ്രീ ആയാലും അപ്പം 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആകും കേട്ടോ, എന്നെ വിളിച്ചോളൂ, വണ്ടി വിട്ടോളൂ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിലകൻ ചേട്ടൻ ആ കഥാപാത്രം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമയുടെ ഗതി വേറെ ആയിപ്പോയത്. അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോൾ എല്ലാവരും മിമിക്രിക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ, കത്തി താഴെയിട എന്ന് പറയുന്ന സീൻ. ആ സീൻ എടുക്കുമ്പോൾ തിലകൻ ചേട്ടൻ അവിടെ വന്നിട്ടില്ല. അന്ന് ആ ഫൈറ്റിൻ്റെ എൻഡിൽ മതി തിലകൻ ചേട്ടൻ വരേണ്ടത്. രാവിലെ തൊട്ട് മറ്റ് കിരിക്കാടൻ ജോസും ലാലുമായിട്ടുള്ള ഫൈറ്റ് എടുത്ത് ഒരു 3 മണിയായപ്പോൾ ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു പറഞ്ഞു തിലകൻ ചേട്ടനെ എനിക്കൊരു 4 മണിക്ക് കൂടെ കിട്ടണം, കാരണം ആ എൻ്റെ പോർഷൻ എടുക്കാനുണ്ട്. അപ്പോൾ തിലകൻ ചേട്ടൻ ഞാൻ ആര്യനാടാണ് ഷൂട്ട് ചെയ്യുന്നത്, 22 കിലോമീറ്റർ ഉണ്ട് സെറ്റ് ചെയ്യുന്നു, മൊബൈൽ ഫോണും എല്ലാം ഒന്നുമില്ല. ഇവർ ഷൂട്ട് ചെയ്യുന്നത് വഞ്ചൂരൊരു വീട്ടിൽ. വർണ്ണത്തിൻ്റെ ഷൂട്ടിങ് വഞ്ചൂര് നടക്കുക. ഞാൻ കിരീടുണ്ണിയെടുത്ത് പറഞ്ഞ് വണ്ടിയായിട്ട് അവിടെ കിടന്നോളൂ, പുള്ളി അവിടെ വെയിറ്റ് ചെയ്യാം, ഞാൻ പുള്ളി എത്രയും പെട്ടെന്ന് എത്തിക്കാം, ഉച്ച കഴിഞ്ഞാൽ എത്തിക്കുക എന്നുള്ളതാണ്. അവർ വിടത്തില്ല, ആ പ്രൊഡ്യൂസർമാർ അവിടെ വിടത്തില്ല, അവിടെ ഞങ്ങളുടെ വർക്ക് തീരാറുണ്ട്. അപ്പം നമ്മുടെ ഷൂട്ടിങ് ആണ് തീരുക ഇതും കൂടെ കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തൊരു കടയിലാണ് ഫോൺ വരുന്നത്, ഷൺമുഖണ്ണൻ പ്രൊഡക്ഷൻ മാനേജർ ആ കടയിൽ പോയിരിക്കും, അവിടുന്ന് ഉണ്ണി ഏതൊരു ബൂത്തിൽ നിന്ന് വിളിക്കും, അങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. അവസാനം തിലകൻ ചേട്ടൻ പറഞ്ഞു ഇനിയും നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു ആ പ്രൊഡ്യൂസർക്ക്. കാരണം അവിടെ ഒരു പടം തീരുകയാണ്, അതിൻ്റെ ക്ലൈമാക്സ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് സീനാണ്, ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പുള്ളി പറഞ്ഞു ഞാൻ അതിന് പോകും, നിങ്ങൾ വിട്ടില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 4 മണിക്ക് അവിടെ നിന്ന് വിട്ട് പുള്ളി എങ്ങനെയൊക്കെ പാഞ്ഞു ഓടിപ്പിടിച്ച് 2 വണ്ടി വിട്ടു ഞാൻ, കാരണം ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും അടുത്ത വണ്ടി കയറ്റണം. അങ്ങനെ പുള്ളി ഇവിടെ 5 മണിയായപ്പോൾ എത്തി. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, അതുകൊണ്ട് ക്ലൗഡിയാണ്. സിനിമയ്ക്ക് അത് കാണാം, ആ ഒരു നനഞ്ഞ വീഴ്ചയുള്ള കിടക്കുന്നത്. അതിൽ ഫൈറ്റ് രാവിലെ തൊട്ട് ഇങ്ങനെ പൊടി മഴയുണ്ട്. പെട്ടെന്ന് തന്നെ അവിടുത്തെ ഒരു വീട്ടിൻ്റെ വരാന്തയിൽ കൊണ്ടിരുത്തി മേക്കപ്പും ചെയ്ത് കൊണ്ടുവന്ന് പുള്ളി ഈ സീനെടുക്കുക, കത്തി താഴെയുടെ സാധനം എടുക്കും. അത് എടുത്തിട്ട് വേണം പിന്നെ പോലീസ് വരുന്നതും മറ്റൊരു. അപ്പോഴത്തേക്ക് ലൈറ്റ് പോയിട്ട് ശരിക്കും ആ സിനിമയുടെ ലാസ്റ്റ് ഷോട്ട് ടോപ്പ് ആംഗിളിൽ ലാലിങ്ങനെ കരിഞ്ഞ് അത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ടോപ്പ് ആംഗിൾ ആകേണ്ടി വന്നതാണ്. പക്ഷെ അത് നന്നായി ഗുണം ചെയ്തെങ്കിൽ പോലും പരിമിതിയുടെ. കുമാർ പറഞ്ഞു ഇനിയും സ്കൈയൊന്നും എക്സ്പോസ് ചെയ്യാത്തില്ല എന്നിട്ട് പ്രശ്നമായപ്പോഴത്തേക്ക് അങ്ങനെയാണ് അതൊക്കെ തീർക്കുന്നത്. പരിമിതമാണ്. ഞാൻ ആ പടം 24-25 ദിവസം കൊണ്ടാണ് ആ സിനിമ തീർക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇത്രയും വൈകാരികമായിട്ടുള്ള ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള സീനുകളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ആലോചിക്കണം.